നവംബർ 6 ഈ ഒരു തീയതി രൺബീർ കപൂറിന്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും മറക്കാനാകാത്ത ദിവസമായി മാറാൻ പോവുകയാണ്. ഒരു വശത്ത് കരിയറിലെ ഏറ്റവും വലിയ സിനിമാ ലോകമെമ്പാടും റിലീസ് ചെയ്യുന്നു, മറുവശത്ത് ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട സമ്മാനമായ മകൾ റാഹയുടെ ജന്മദിനവും അതേ ദിവസം. സിനിമയും കുടുംബവും സ്വപ്നവും സന്തോഷവും എല്ലാം ഒരേ ദിവസത്തിൽ ഒന്നിക്കുന്ന അത്ഭുത നിമിഷം. എന്നാൽ ഇതൊരു യാദൃച്ഛികത മാത്രമാണോ, അതോ വിധി തന്നെ രൺബീറിനായി എഴുതിവെച്ച ഒരു കഥയോ? നമുക്ക് നോക്കാം. ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രോജക്റ്റുകളിലൊന്നായി വിശേഷിപ്പിക്കപ്പെടുന്ന രാമായണ നവംബർ 6 ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ എത്തുകയാണ്. ഏകദേശം 4000 കോടി രൂപ ചെലവിൽ ഒരുങ്ങുന്ന ഈ ബ്രഹ്മാണ്ഡ ചിത്രം ഇന്ത്യൻ സിനിമയുടെ സാങ്കേതിക മികവും വിഷ്വൽ ഇഫക്ട്സും ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കാനുള്ള വമ്പൻ ശ്രമമായാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ ഈ റിലീസ് തീയതിയാണ് ഇപ്പോൾ ആരാധകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുന്നത്. കാരണം 2022 നവംബർ 6 രൺബീർ കപൂറിനും ആലിയ ഭട്ടിനും മകൾ റാഹ ജനിച്ചത്. അതായത് രാമായണ റിലീസ് ചെയ്യുന്ന ദിവസം തന്നെയാണ് റാഹയുടെ 4ാം പിറന്നാൾ. ഒരച്ഛൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസവും ഒരു നടൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ദിനവും ഒരേ തീയതിയിലെത്തുന്നത് എത്ര അപൂർവമാണെന്ന് ചിന്തിച്ചു നോക്കൂ. ഈ യാദൃച്ഛികതയെക്കുറിച്ച് രൺബീർ കപൂർ തന്നെ മനസ്സ് തുറന്ന് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: എൻ്റെ ജീവിതത്തിൽ അത് വളരെ മനോഹരമായ ഒരു യാദൃച്ഛികതയായിരുന്നു. റാഹ എന്നെ കൂടുതൽ നല്ലൊരു മനുഷ്യനാക്കി. അതേസമയം റാഹയ്ക്ക് വേണ്ടി കൂടുതൽ മികച്ചൊരു വ്യക്തിയാകാൻ രാമായണ എന്നെ പ്രേരിപ്പിച്ചു. അങ്ങനെ എല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരുന്നു. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇതൊരു സിനിമയുടെ പ്രൊമോഷൻ മാത്രമല്ല, ഒരച്ഛൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള വികാരമാണ്. ഈ ചിത്രത്തിൽ ശ്രീരാമനായാണ് രൺബീർ കപൂർ എത്തുന്നത്. ഈ കഥാപാത്രം ഏറ്റെടുക്കുന്നതിന് മുൻപ് അദ്ദേഹം വലിയ ആശങ്കയിലായിരുന്നുവെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ വേഷത്തിന് ഞാൻ ശരിക്കും യോഗ്യനാണോ? ഈ ചോദ്യം പലതവണ സ്വയം ചോദിച്ചുവെന്നാണ് രൺബീർ പറയുന്നത്. കാരണം ശ്രീരാമൻ എന്ന കഥാപാത്രം വെറും സിനിമയിലെ ഒരു കഥാപാത്രമല്ല, കോടിക്കണക്കിന് ആളുകളുടെ വിശ്വാസവും സംസ്കാരവുമായി ബന്ധപ്പെട്ട പേരാണ്. അത്തരമൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ ഉണ്ടായ സമ്മർദ്ദം വളരെ വലുതായിരുന്നുവെന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. എന്നാൽ ചിത്രത്തിനായി തയ്യാറെടുക്കുന്നതിനിടെ രൺബീറിന്റെ ജീവിതം തന്നെ മാറി തുടങ്ങി. രാമായണത്തെക്കുറിച്ചും ശ്രീരാമന്റെ ജീവിതത്തെക്കുറിച്ചും കൂടുതൽ പഠിച്ചപ്പോൾ തൻ്റെ ജീവിതത്തെ കാണുന്ന രീതിയും മാറിയെന്നാണ് അദ്ദേഹം പറയുന്നത്. മോശം ശീലങ്ങളിൽ നിന്ന് മാറി ജീവിതത്തിലെ മൂല്യങ്ങളെ പുതിയ രീതിയിൽ മനസ്സിലാക്കി. ധർമ്മം എന്താണ്, ത്യാഗം എന്താണ്, കുടുംബത്തിൻ്റെ പ്രാധാന്യം എന്താണ്, ഇതെല്ലാം കൂടുതൽ ആഴത്തിൽ തിരിച്ചറിയാൻ ഈ സിനിമ സഹായിച്ചുവെന്നാണ് രൺബീറിൻ്റെ വെളിപ്പെടുത്തൽ. അതുകൊണ്ട് തന്നെ ഈ സിനിമ തൻ്റെ കരിയറിനേക്കാൾ കൂടുതൽ തൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച അനുഭവമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം ജൂലൈ 30 പുറത്തിറങ്ങിയ രാമായണ ട്രെയിലർ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. ചിലർ വിഷ്വൽ ഇഫക്ട്സിനെയും ചിത്രത്തിൻ്റെ സ്കെയിലിങ്ങിനെയും പ്രശംസിച്ചു. മറ്റു ചിലർ ചില രംഗങ്ങളെ വിമർശിക്കുകയും ചെയ്തു. അങ്ങനെ ട്രെയിലറിന് സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത്. എന്നിരുന്നാലും ചിത്രത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയ്ക്ക് യാതൊരുവിധ കുറവും വന്നിട്ടില്ല. ഈ സിനിമയുടെ മറ്റൊരു വലിയ പ്രത്യേകത അതിൻ്റെ നിർമ്മാണ നിലവാരമാണ്. സംവിധാനം നിർവഹിക്കുന്നത് നിതേഷ് തിവാരി. നിർമ്മാണത്തിന് പിന്നിൽ നമിത് മൽഹോത്രയും പ്രൈം ഫോക്കസ് സ്റ്റുഡിയോസ്, ലോക പ്രശസ്ത വിഷ്വൽ ഇഫക്ട്സ് കമ്പനി DLEG, യഷിൻ്റെ മോൺസ്റ്റർ മൈൻഡ്സ് ക്രിയേഷൻസ് എന്നിവരാണ്. ചിത്രത്തിൻ്റെ അന്താരാഷ്ട്ര വിതരണം ഏറ്റെടുത്തിരിക്കുന്നത് സോണി പിക്ചേഴ്സ് ആണ്. വടക്കേ ഇന്ത്യയിൽ ധർമ്മ പ്രൊഡക്ഷൻ ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കും. ഇതെല്ലാം ചേർന്നപ്പോൾ ഇന്ത്യൻ സിനിമയെ ആഗോളതലത്തിൽ മറ്റൊരു ഉയരത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമമായാണ് ഈ പ്രോജക്റ്റിനെ വിലയിരുത്തുന്നത്. താരനിരയുടെ കാര്യത്തിലും ചിത്രം അതിഗംഭീരമാണ്. ശ്രീരാമനായ രൺബീർ കപൂർ, സീതയായി സായി പല്ലവി, രാവണനായി യശ്, കൈസിയയായി ശോഭന, ദശരഥനായി അരുൺ ഗോവിൽ, ലക്ഷ്മണനായി രവി ദുബെ, വിശ്വമിത്ര മഹർഷിയായി അജിങ്ക്യ ദേവ്, ഇന്ദ്രദേവനായി കുനാൽ കപൂർ, ശൂർപ്പണഖയായി രാഘുൽ പ്രീത് സിംഗ്. ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും വലിയ താരനിരകളിലൊന്നാണ് ഈ ചിത്രത്തിനായി അണിനിരക്കുന്നത്. ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് ആ ഒരു ദിവസത്തിനാണ്. നവംബർ 6 4000 കോടി രൂപയുടെ ഈ ബ്രഹ്മാണ്ഡ ചിത്രം ബോക്സ് ഓഫീസിൽ ചരിത്രം കുറിക്കുമോ? ശ്രീരാമനായി രൺബീർ കപൂർ പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കുമോ? അതിലുപരി മകളുടെ ജന്മദിനത്തിൽ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വപ്നം സഫലമാകുന്ന ആ ദിവസം രൺബീർ കപൂറിന് എത്രത്തോളം വികാരനിർഭരമാക്കുമെന്ന് കണ്ടറിയണം. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? കമൻറ്റിലൂടെ അറിയിക്കൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു സിനിമാ വിശേഷവുമായി വീണ്ടും കാണാം.